കുതിരാനിലേക്കാണ് പോകേണ്ടത്. അവിടെ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ ഭീതി പരത്തുന്നുണ്ട്. മറ്റൊരു വലിയൊരു ആശങ്ക എന്താണെന്ന് അറിയൂ സൈഫു, ഈ ആന മദപ്പാടിലാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. കുതിരാനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ അത് പുരോഗമിക്കുകയാണ്. ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ദൗത്യം അതീവ സങ്കീർണമാണെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ആന മദപ്പാടിലായതിനാൽ ദൗത്യത്തിലേക്ക് കടന്നാൽ ആനയുടെ പ്രതികരണത്തെ സംബന്ധിച്ചും ആശങ്കയുണ്ട്. ആനയെ തുരത്താനുള്ള ദൗത്യം ഇന്നു മുതൽ ആരംഭിക്കും. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, ആന മദപ്പാടിലാണ് എന്നുള്ളത് കുറെ കൂടി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ദൗത്യം പുതിയ ഒരു കുറെ കൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടി വരും. ആന റൈറ്റ് നൗ എവിടെയാണ് ഉള്ളത് എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ് വനവകുപ്പിന്റെ നീക്കങ്ങൾ? വനം വകുപ്പ് സജ്ജമാണ്. കുങ്കിയാനകൾ ഇന്നലെ പുലർച്ചെ തന്നെ ഇവിടെ എത്തിയിരുന്നു. കുങ്കിയാനകളൊക്കെ തന്നെ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഭാഗത്ത് ഉണ്ട്. ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ വനംവകുപ്പ് നടത്തുകയാണ്. AI ക്യാമറകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം, അതുപോലെ തന്നെ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള നിരീക്ഷണമൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതാണ് ഇക്കാര്യത്തിൽ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനയ്ക്ക് മദപ്പാടുണ്ടെന്ന വിലയിരുത്തലിലാണ് വനം വകുപ്പ്. മദപ്പാടുള്ള കാലത്ത് കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ തുരത്തുന്നത് അതിസങ്കീർണമായ ഒരു ദൗത്യമായിട്ടാണ് വനം വകുപ്പ് കാണുന്നത്. ഇതിൽ അല്പം റിസ്ക് ഉണ്ട്. പ്രദേശവാസികളുടെ നിരന്തര പരാതിയും പ്രശ്നവും പരിഗണിച്ചുകൊണ്ടാണ് വനം വകുപ്പ് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. ഈ ആന എങ്ങനെയാണ് കുങ്കിയാനകളോട് പ്രതികരിക്കുക, ഈ ദൗത്യത്തോട് പ്രതികരിക്കുക എന്നുള്ള ആശങ്ക വനം വകുപ്പിനുണ്ട്. അപ്പോഴും ഈ ദൗത്യം തുടങ്ങുക എന്നുള്ളൊരു ചിന്ത തന്നെയാണ് വനം വകുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റോന്ത് ചുറ്റലാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആനയിൽ, അതായത് ആനകളുടെ സാന്നിധ്യം, കുങ്കിയാനകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഒറ്റയാനെ ബോധ്യപ്പെടുത്താനാണ് കുങ്കിയാനകൾ ഉപയോഗിച്ച് റോന്ത് ചുറ്റുക. അത് ഇന്ന് രാവിലെ നടക്കുമെന്നാണ് അറിയുന്നത്. സമയവും മറ്റു കാര്യങ്ങളും പരിഗണിച്ചായിരിക്കും റോന്ത് ചുറ്റൽ എപ്പോൾ വേണം എന്നുള്ള കാര്യത്തിൽ വനം വകുപ്പ് ഒരു തീരുമാനമെടുക്കുക. ഡ്രോൺ നിരീക്ഷണം നടക്കുന്നുണ്ട്. പകൽ സമയങ്ങളിൽ ആന എവിടെയാണുള്ളത് എന്നുള്ള കാര്യം ഡ്രോൺ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ശേഷമാകും മറ്റ് നടപടികൾ നടക്കുക. എന്തായാലും ഉചിതമായ അവസരം കിട്ടിയാലാണ് ആക്ഷനിലേക്ക് കടക്കുക എന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികൾ നമ്മോടൊപ്പമുണ്ട്. എന്താണ്, ഭീതി ഒഴിയുന്നുണ്ടോ? കുങ്കികൾ വന്നതിൽ നിങ്ങൾക്കൊരു ഒരു പ്രതീക്ഷയ്ക്കുണ്ടോ? പ്രതീക്ഷയുണ്ട്, പക്ഷെ അവൻ ഇന്നലെ വന്നിട്ടില്ല. മിക്കവാറും 2 ദിവസമാണ് അവൻ്റെ ഇത്. അത് കഴിഞ്ഞാൽ 3-ാം ദിവസം അവനിവിടെ ഇറങ്ങി അവന് തോന്നിയ പോലെ അവൻ നടക്കും, അവന് ഇഷ്ടമുള്ള പോലെയൊക്കെ പെരുമാറും. അങ്ങനെയാണ്. എന്ത് ചെയ്താൽ അങ്ങോട്ട് കയറിപ്പോവില്ല. അവിടെ തെക്ക് ഭാഗത്ത് അഴിച്ചിട്ടിരിക്കുക ഫെൻസിങ് എല്ലാം. ഇവൻ കയറിപ്പോകാൻ വേണ്ടി സർവ്വ സജ്ജീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവൻ കയറില്ല. അവിടം വരെ പോവും, തിരിച്ചു പോരും. ഇതാണ് ഇവൻ്റെ പതിവ്. അത് കഴിഞ്ഞാൽ റോട്ടിൽ കയറുക, ഇതിൽ റൗണ്ട് അടിക്കുക, വെള്ളത്തിലിറങ്ങുക, പിന്നെയും റോട്ടിൽ കയറുക. ഇതാണ് 4 വട്ടമാണ് മിനിഞ്ഞാന്ന് വന്നത്. രാഹുൽ, എന്താണ് ഭീതി വിട്ട് മാറുന്നില്ലേ? ഭീതി വിട്ട് മാറാന്ന് ഈ ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പല വശത്തു കൂടെ ഇറങ്ങാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. കാരണം ഫെൻസിങ് ഈ വശത്തിൻ്റെ ഏകദേശം തെക്ക് വശത്താണെങ്കിലും ആന കയറി കഴിഞ്ഞാൽ ആ ഭാഗത്ത് കയറിയ പൂർണ്ണമായിട്ട് ഫെൻസിങ് ഇല്ല ആ കാടിനോട് ചേർന്നിട്ട്. പിന്നെ ഈ വശത്തേക്ക് കയറിയാലും ഫെൻസിങ് ഇല്ലാത്ത ജനവാസ മേഖലയിലേക്കാണ് ആന ഇറങ്ങുക. കാരണം ഇത്രയും കാലം ഇവിടെ ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയിട്ട് ഇതുവരെ ആക്രമണം നടത്തിയിട്ടില്ല. ഇപ്പം നമുക്കിന്ന് ഇപ്പോൾ കുറച്ച് പേര് വിവിധ ഭാഗത്തുനിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ആന തന്നെയാണ് ആനവാരി ആ ഭാഗത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ആളുകൾ പ്രകോപിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും നടന്നു പോകണ കണ്ടാൽ കൂടി, കാരണം നമ്മൾ സാധാരണ ജനവാസ മേഖലയിൽ കൂടെ വാഹനത്തിൽ പോകുമ്പോൾ ഈ ആനനെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആന പ്രകോപിപ്പിക്കുത്രേ. അപ്പോൾ എത്ര നമുക്ക് ജോലിക്ക് പോയി വരുന്നവരും ഇന്ന നിശ്ചിത സമയത്ത് പോയി വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ആനയെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ്. ആനയെ ഇവിടെ നിന്ന് മാറ്റണം, ഇവിടെ സ്വൈര ജീവിതത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് പ്രദേശവാസികൾ. അത് സാധ്യമാകും എന്നൊരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്.